ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് മലേഷ്യയിൽ അഭയം പ്രാപിച്ച വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയരുകയാണ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ. ആരാണ് സക്കീർ നായിക്? തീവ്ര നിലപാടുകളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും കുപ്രസിദ്ധനായ സാക്കിർ നായിക് സുന്നി ഇസ്ലാമിലെ സലഫി സ്കൂളിന്റെ വക്താവാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെയും പീസ് ടിവിയുടെയും സ്ഥാപകനാണ് സക്കീർ നായിക്. വിവാദങ്ങൾ, മതവിദ്വേഷം പരത്തുന്ന നിരവധി പ്രസംഗങ്ങൾ സക്കീർ നായിക് നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിനെയും പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. പല രാജ്യങ്ങളിലും സക്കീർ നായിക്കിന്റെ പ്രസംഗം നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പലായം, കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ അന്വേഷണം നേരിട്ടതിനെ തുടർന്ന് 2016 സക്കീർ നായിക് ഇന്ത്യ വിട്ട് മലേഷ്യയിലേക്ക് കടന്നു. മലേഷ്യൻ സർക്കാർ സക്കീർ നായിക്കിനെ തങ്ങളുടെ രാജ്യത്ത് തങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. മലേഷ്യയിലെ സ്വാധീനം, മലേഷ്യയിൽ നായിക്കിന്റെ സ്വാധീനം വളരെ വലുതാണ്. ജനസംഖ്യയുടെ 60% വരുന്ന മലായ് മുസ്ലിങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയായി മാറി. മലേഷ്യയിലെ മുസ്ലിങ്ങളെ വരെ ആകർഷിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. എതിർപ്പുകൾ, മലേഷ്യയിലെ എല്ലാ മുസ്ലിങ്ങളും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരാണെന്ന് ഇതിനർത്ഥമില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വംശീയമായ ഭിന്നതയുണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചവരും കുറവല്ലായിരുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയാണ്. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം ലഭിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും സാമ്പത്തിക സഹകരണം വിപുലീകരിക്കാനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് ഈ സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇനി എന്താ? സക്കീർ നായിക്കിനെ കൈമാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും മലേഷ്യ ഇയാളെ കൈമാറിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അൻവർ ഇബ്രാഹിമിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ സക്കീർ നായിക് വീണ്ടും ചർച്ചയാകുന്നത്.